വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എൻ്റെ പേര് സിനാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ തമ്പനി എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? അതെ, ഒരു ലോഗോ ഡിസൈനിങ് വീഡിയോ ആണ്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് കാലമായി, ചെറിയൊരു ബ്രേക്ക് നമ്മൾ ഇതിനിടയിൽ എടുത്തു. അപ്പോൾ അതിനോട് എല്ലാവരും ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ലോഗോ എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ലോഗാണ്. ഈ ലോഗോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും മുഴുവൻ ഇരുന്ന് കാണാൻ, കാരണം എന്താണ് ഒരു കാര്യങ്ങളും ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി വീഡിയോ മുഴുവൻ ഇരുന്ന് കണ്ടാൽ ഇത്ര മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും Pixellab എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ട് എല്ലാവരും ഒന്ന് കയറി ഫുൾ സപ്പോർട്ട് ആക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ് വൈകിപ്പിക്കില്ല. Then we can go to our work without wasting any more time. Let's start now. ഓക്കെ, അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് തന്നെ ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Pixellab ആണ്. അപ്പോൾ Pixellab ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ Pixellab നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞെങ്കിൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടെക്സ്റ്റ് കാണാൻ കഴിയും. ആ ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കി കളയാം. ഓക്കെ, അപ്പോൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ താഴെ ഒരുപാട് ടൂൾസ് കാണും. അതിൽ നാലാമത്തെ ആ ഒരു ടൂള് ഒന്ന് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, അതിൽ നമ്മൾ കളർ എന്നുള്ള ഓപ്ഷൻ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ എന്താണ് വൈറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ. ഓക്കെ, അപ്പോൾ അത് വൈറ്റ് ആക്കിയിട്ടുണ്ട്. പ്യുവർ വൈറ്റ് തന്നെ ഉണ്ടോ? ഓക്കെ, എന്തായാലും നമ്മൾ ആ ഒരു വൈറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആ മൂന്നാമത്തെ ടൂളിൽ വന്നിട്ട് നമുക്ക് ഷേപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ നമ്മളെന്താണ് ഒരുപാട് ഷേപ്പ് സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഷേപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള ഷേപ്പിനെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിന് നമ്മളൊരു കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തുള്ള കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു കളറിനെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ സൈസ് സെറ്റ് ചെയ്തിട്ട് അതൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന രീതിയിലൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് കറക്റ്റ് സെൻറ്ററിലേക്ക് പൊസിഷനിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ആ ലെയർ ജസ്റ്റ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്തിട്ട് കൊടുക്കാം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പാളായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും ഷേപ്പ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നേരത്തെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിനെ വീണ്ടും സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒപ്പാസിറ്റി ഫുള്ളായിട്ട് കുറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്ട്രോക്ക് എന്നുള്ള ഓപ്ഷനിൽ വന്നിട്ട് എന്താണ് ഒന്ന് സ്ട്രോക്ക് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താണ് അതിൻ്റെ സ്ട്രോക്ക് ഒരു 18 സൈസായിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും 18 സ്ട്രോക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു കളർ നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ കളർ നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കളറാണ്. അപ്പോൾ പ്യുവർ വൈറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വൈറ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കട്ടെ. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിന് കളർ തന്നെ എന്താണ് ആ ഒരു വൈറ്റിലും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത കളർ തന്നെ ഈ ഒരു ലെയറിലും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു കളർ കൊടുത്തിട്ട് ഇനി അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കണം. അതായത് ഈ ഒരു ലെയറിനെക്കാട്ടിലും കൂടുതൽ സൈസിൽ നമ്മൾ അതൊന്ന് എടുക്കണം. അപ്പോൾ നല്ല സൈസ് എടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ഇനി നമ്മൾ ഈ ഒരു കാണുന്ന രീതിയിൽ, അതായത് ഇപ്പോൾ ഞാൻ വെക്കുന്ന ആ രീതിയിൽ തന്നെ നിങ്ങൾ വെക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇതാക്കണു നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മളെങ്ങനെയാണ് ആ ഒരു ലെയർ വെക്കുന്നത്. അതായത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത ആ ലെയറിലേക്ക് ഈ ഒരു ലെയർ എങ്ങനെയാണ് ആഡ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമ്മളത് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു 3D എഫക്റ്റ് കിട്ടുന്ന രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളത് അതുപോലെ തന്നെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ അതിനൊരു കോപ്പി എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ രണ്ടാമത് ആഡ് ചെയ്ത ആ ഒരു സ്ട്രോക്ക് മാത്രമുള്ള ആ ഒരു ലെയറിന് കോപ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അതേ പൊസിഷനിൽ എന്താണ് നമ്മൾ പിന്നോട്ട് ഞാൻ വെക്കുന്ന അതേ പൊസിഷനിൽ തന്നെ നിങ്ങളും വെക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മളതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൻ്റെ മൂലകൾ, അതായത് മൂന്നാമത്തെ ആ ഒരു സെൻട്രലായിട്ട് വരുന്ന മൂലകൾ കറക്റ്റായിട്ട് കിട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഭംഗി പോകും എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും കറക്റ്റായിട്ട് അത് എന്താണ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ മൂലകളൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് എന്താണ് ഈ ഒരു ഷേപ്പ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പ് എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഗ്രീൻ കളർ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അതിനൊരു ഗ്രീൻ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു റൊട്ടേഷൻ ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ താഴെ, അതായത് ഏത് ലെവലിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെലക്ട് ചെയ്ത ലെയർ ഉണ്ടല്ലോ, അതായത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു ലെയറിൻ്റെ ഇപ്പം ഈ കാണുന്ന രീതിയിൽ തന്നെ അതിൻ്റെ ആ ഒരു താഴെ ഭാഗം കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിലൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ അത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമ്മളത് അതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളൊക്കെ എന്താണ് അത് ജസ്റ്റ് മുകളിലൊന്ന് ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒന്ന് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഒപ്പാസിറ്റി ഒന്ന് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഒപ്പാസിറ്റി കുറച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഈ വെക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഫുള്ളാക്കിയിട്ട് കൊടുക്കുക.
നമ്മളതിൻ്റെ എവിടെയാണ് വെക്കേണ്ടത് വെച്ചാൽ അവിടെ വെച്ചിട്ട് പിന്നെ ഒപ്പാസിറ്റി ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ലെയേഴ്സിൽ വന്നിട്ട് ലാസ്റ്റ് ആഡ് ചെയ്ത ആ ഒരു 3 ലെയേഴ്സും എന്താണ് ഒന്ന് മെർജ് ചെയ്ത് എടുക്കണം. അതായത് ഒക്കെ ഒരു ലെയറാക്കി എടുക്കണം. അതിനാണ് മെർജ് എന്ന് പറയുന്നത്. അറിയുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും അത് നമ്മൾ മെർജ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താണ് ഇറേസ് കളർ എന്നുള്ള ടൂൾ വന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ വൈറ്റ് പോയത് കാണാം. അത് നമ്മൾ കളർ സെലക്ട് ചെയ്തിട്ട് എന്താണ് ആ കളറിൽ നമ്മൾ ഗ്രീൻ ആക്കി കൊടുക്കണം. ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ട രീതിയിൽ അതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്നത് കാണാൻ കഴിയും. അതായത് ബ്ലാക്ക് ലെയർ എക്സ്ട്രാ ആഡ് ചെയ്തതുപോലെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതിലേക്ക് നമ്മുടെ ഏത് ലെറ്ററാണ് ആഡ് ചെയ്യാൻ കരുതില്ല. അതായത് ഇപ്പോൾ ഞാനിവിടെ എ ആണ് ആഡ് ചെയ്യാൻ കരുതില്ല. അപ്പോൾ അതുപോലെ ഏത് ലെറ്ററാണ് ആഡ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിനായിട്ട് നമ്മൾ ഷേപ്പ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഒരു സ്ക്വയർ സെലക്ട് ചെയ്തിട്ട് അതിന് വൈറ്റ് കളറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ കൊണ്ടുവന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ കാണുന്ന ആ ഒരു ഭാഗത്തെ അതേ റൊട്ടേഷനിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ ആ ഒരു റൊട്ടേഷനിൽ അതേ പൊസിഷൻ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് നോക്കിയിട്ട് ചെയ്താലും മതി കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മൾ അതിൻ്റെ ആ ഒരു സൈസ് കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കാണുന്ന രീതിയിൽ നിങ്ങൾ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് വീണ്ടും ഷേപ്പ് എന്നുള്ള ഓപ്ഷനിൽ വന്നിട്ട് എന്താണ് ഞാൻ അതിന് ഗ്രീൻ ഒരു സ്ക്വയർ സെലക്ട് ചെയ്തിട്ട് ഗ്രീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എ എന്നുള്ളൊരു ആ ലെറ്റർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കറക്റ്റാക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമ്മൾ എന്താണ് നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വെക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനൊരു കോപ്പി എടുത്തിട്ട് വീണ്ടും അത് ഈ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. നമ്മൾ ഒപ്പാസിറ്റി കുറച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ അത് അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഫുള്ളാക്കി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒപ്പാസിറ്റി ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇറേസ് അതിന് മുമ്പ് നമ്മൾ ലേയേഴ്സൊക്കെ ഒന്ന് മെർജ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്ത 3 ലേയേഴ്സിനെ വീണ്ടും നമ്മളൊന്ന് മെർജ് ചെയ്തെടുക്കാൻ ലെയർ ടൂളിൽ പോയിട്ട് ഓക്കെ, അപ്പോൾ അതിനായിട്ട് ലെയർ ടൂളൊന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള 3 ലെയേഴ്സ്, അതായത് നമ്മൾ ആ 2 ഗ്രീൻ ലെയറും അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്ത ആ ഒരു വൈറ്റ് ലെയറും ഒന്ന് മെർജ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും മെർജ് ചെയ്തെടുത്തിട്ട് ഇനി നമ്മളെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറേസ് കളർന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് അതൊന്ന് എനേബിൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ അവിടെ വൈറ്റ് പോയത് കാണാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഗ്രീന് സെലക്ട് ചെയ്തിട്ട് ആ ഗ്രീന് കളയാം. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ അവിടെ ഒരു ബോക്സ് വന്നത് കാണാൻ കഴിയും നിങ്ങൾക്ക്. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് കോപ്പി എടുക്കണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു കോപ്പി അതൊരു കോപ്പിയോടും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് താഴേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എ എന്നുള്ള ലെറ്റർ അവിടെ വന്നതുപോലെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ എന്തായാലും കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഏകദേശം ഷേപ്പിലേക്ക് ആ ഒരു എ എന്നുള്ള ലെറ്റർ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക. നമുക്ക് ഏത് ലെറ്ററാണ് വേണ്ടത് വെച്ചാൽ അവിടെ നിങ്ങൾ പ്ലേസ് ചെയ്യുക. അപ്പോൾ എന്നെ അവിടെ നിന്നുള്ള ഇനി നമ്മൾ ഇതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ചെയ്ത് വെച്ച ഫയൽസും കാര്യങ്ങളൊക്കെ കാണുന്നതായിട്ട് കാണും. അപ്പോൾ നമ്മൾ അതിനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേയേഴ്സ് എന്ന ടൂളിൽ പോയിട്ട് എല്ലാ ലെയറും ഒന്ന് മെർജ് ചെയ്തെടുക്കണം. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ അവിടെ ഒരുപാട് എക്സ്ട്രാ സംഭവങ്ങൾ ആഡ് ചെയ്തായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കാനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇറേസ് കളർ എന്നുള്ള ടൂൾ വന്നിട്ട് ആ ഒരു വൈറ്റ് കളർന്ന് ഇറേസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു സംഭവം, അതായത് നമ്മുടെ ആ ഒരു ലോഗോയുടെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് ഇട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കിയാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിൽ വേറെ എവിടെയും പറയാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൊറോണ കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വീഡിയോ കണ്ടതിനോടൊപ്പം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ലോഗോയുടെ ഔട്ട്പുട്ടാണിത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളോട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താലും അതുപോലെ തന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ റീപ്ലൈ തരുന്നതാണ്. മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. എല്ലാവരുടെയും ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം.